ഹലോ ഗൈസ്, എന്നുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണേ? അതെ, ഇന്ന് നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ആ കൊഞ്ച് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ആ കൊഞ്ച് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കൊഞ്ച് മസാല, ചെമ്മീൻ മസാല തയ്യാറാക്കിയാലോ എന്ന്. അപ്പോൾ തയ്യാറാക്കുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ എങ്ങനെയാ തുടങ്ങുമല്ലേ? അപ്പോൾ ഓൾറെഡി ഇത് വൃത്തിയാക്കിയ കൊഞ്ചായിരുന്നേ. അപ്പം നമുക്ക് പിന്നെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി. കണ്ടില്ലേ ആ നാര് പോലത്തെ സാധനം? അതൊന്ന് പുറകിലൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അതിഞ്ഞ് പോരും. എന്നിട്ട് അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അത് വൃത്തിയാക്കി എടുത്തില്ലെങ്കിലേ നമുക്ക് വയറുവേദനയും ഛർദിലും ഒക്കെ ഉണ്ടാകുമെന്നേ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പം മസാല തയ്യാറാക്കുന്നതിൻ്റെ നമുക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും നാരങ്ങാനീര് കുറച്ച് മതിയാവും. ഒരു അരമുറി നാരങ്ങയുടെ നീര് മതിയാവും. അതിനുശേഷം കുരുമുളകും പെരിഞ്ചീരകവും ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കണവേ. ഈ ക്രഷ് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ കുരുമുളകും പെരിഞ്ചീരകവും ഒക്കെ ഒന്ന് പൊടിഞ്ഞ് വരുമ്പോഴില്ലേ, ആ വെളുത്തുള്ളിക്കകത്ത് കിടന്ന് പൊടിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്. ആ മണം മാത്രമല്ല, അത് പ്രത്യേക ആ മസാലയ്ക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റംസാണ് ഇതൊക്കെ. അപ്പം ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് നമുക്ക് കുറച്ചുപ്പ്, ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. ആ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നീട് ഉപ്പ് ചേർക്കുന്നില്ല. ആ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയില്ലേ, ആ മസാലയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചൊന്ന് മാറ്റി വെക്കണം ഒരു അരമണിക്കൂറിന് ശേഷം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതൊന്ന് എടുത്തിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് വശവും തിരിച്ചും മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ആർഭാട്ടത്തിന് കറിവേപ്പിലയും കൂടെ ആയിക്കോട്ടെ. അതിനുശേഷം ഈ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിലേക്കാണ് നമ്മൾ രണ്ടാമതായിട്ട് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് വഴറ്റുന്നത്. നന്നായിട്ട് വഴറ്റണമേ. വഴറ്റിയാലേ ആ വഴറ്റി ഒരു ബ്രൗണിഷ് കളറാകുമ്പോഴേ നമ്മൾ മസാലകൾ ചേർക്കത്തുള്ളൂ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയില്ലേ, ഒരു തക്കാളി, ഞാനിവിടെ ഒരെണ്ണവേ എടുത്തിട്ടുള്ളൂ. ആ ഒരു തക്കാളി നന്നായിട്ട് അരിഞ്ഞ് അതിനോടൊപ്പം ചേർക്കുക. കാരണം ഈ തക്കാളി ചേർത്തതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. അടച്ച് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മതിയാവും. അതിനുശേഷം നമ്മൾ മല്ലിയിലയും ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ഇട്ട് യോജിപ്പിച്ച് വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് സിമ്മിൽ കിടന്നിട്ട് ചെറിയ തീയിലിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ കൊഞ്ച് മസാല റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് എങ്ങനെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായവും പറഞ്ഞ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെ കൂട്ടുകാരെ, തുടങ്ങുകയല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ബൈ.